പ്രേക്ഷകർ ഒന്നധികം കാത്തിരുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിൽ എത്തുകയാണ്. ബുക്കിംഗ് സൈറ്റുകളിലൊക്കെ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. ടിക്കറ്റൊന്നും കിട്ടാനില്ല അല്ലേ. നമ്മൾ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചോളം ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ഇത്രയും ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമ നമ്മൾ മലയാളത്തിൽ ഇറങ്ങുകയാണ്. അതിന് ഭാഷ ദേശീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്തായിരിക്കും എമ്പുരാനിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കാനുള്ള ഒരു റീസൺ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്യുന്നു, മോഹൻലാൽ അഭിനയിക്കുന്നു. മോഹൻലാലിനെ കൂടാതെ ഒരു വലിയ താരത്തിന് തന്നെ വരുന്നത് ഇത്രയും ബിഗ് ബഡ്ജറ്റ് സിനിമയായി. ഇതൊക്കെ മാത്രമാണോ ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ആകാംക്ഷയുടെ കാത്തിരിക്കാനുള്ള റീസൺ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫസ്റ്റ് പാർട്ടായ ലൂസിഫർ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഹിറ്റ് തന്നെയായിരിക്കും അണിയറ പ്രവർത്തകർ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ ഈ സിനിമ ഇറക്കാനൊരു ധൈര്യം കൊടുത്തത് അല്ലേ. ഈ സിനിമ ലൂസിഫർ എഴുതുമ്പോൾ ഇതൊരു 3 ട്രൈലജി ആയിട്ട് തന്നെയാണ് അത് എഴുതിയത്. ആദ്യം ഒരു വെബ് സീരീസ് രൂപത്തിൽ ഇറക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അതിൽ ഫസ്റ്റ് പാർട്ടാണ് പിന്നെ ലൂസിഫർ എന്ന പേരിൽ ഇറങ്ങിയത്. അപ്പം അതിൻ്റെ വൻ വിജയമാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടിനൊക്കെ ഒരു പ്രചോദനമായത്. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എമ്പുരാൻ. ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ മാതിരി നമ്മളെ കോവിഡ് മലയാള സിനിമയ്ക്ക് ചെറിയൊരു ഉപകാരമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ കോവിഡ് വന്നതും തിയേറ്റർ പൂട്ടിയതും OTT പ്ലാറ്റ്ഫോമുകൾ വ്യാപിച്ചതും ഒക്കെ മലയാള സിനിമ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താനൊരു കാരണമായില്ലേ. ഭാഷ ദേശ വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള എല്ലാവരും മലയാള സിനിമ കാണാൻ തുടങ്ങി. ഇത് ക്വാളിറ്റി ഓഫ് ഫിലിം ഇവിടെ ഇറങ്ങുന്നതിനെ പറ്റി അറിയാൻ തുടങ്ങി. ഇവിടുത്തെ നടന്മാരെ പറ്റി, തിരക്കഥ എല്ലാം A to Z കുറിച്ച് നമ്മളെന്താ എവിടെ നോക്കിയാലും പ്രൈസ് അല്ലേ. മലയാളം സിനിമ മലയാളിയാണ്. മലയാളം സിനിമ എന്ന് പറയുമ്പോൾ കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഒരു മനോഭാവമല്ല ബാക്കിയുള്ളവർക്ക് കോവിഡിന് ശേഷം മലയാള സിനിമ കണ്ടു തുടങ്ങിയതിന് ശേഷം ഉണ്ടായത് അല്ലേ. അപ്പം അത് ആ ഒരു ഇമ്പാക്റ്റ് മലയാളം സിനിമ ഫിലിം മേക്കേഴ്സിന് വലിയൊരു ധൈര്യം തന്നെയാണ് നൽകുന്നത് അല്ലേ. പുതിയ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനും ബിഗ് ബഡ്ജറ്റിൽ സിനിമ ഇറക്കാനും, അതായത് മലയാളം എന്നുള്ള സംബന്ധിച്ച് മലയാളികളെ അല്ലെങ്കിൽ മലയാളം ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച് എന്ന് പറയുന്നത് കേരളം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പോപ്പുലേഷനുള്ളൊരു സ്റ്റേറ്റാണ് അല്ലേ. വളരെ കുറച്ച് ബാക്കി നമ്മളെ ഇന്ത്യയിൽ തന്നെ ബാക്കി പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ ഹിന്ദി ഫിലിം, തമിഴ്, തെലുങ്കു എന്നൊക്കെ പറയുമ്പോൾ ഒരു ബിഗ് ഓഡിയൻസ് ആണ്. പക്ഷെ മലയാളം ഫിലിം എന്ന് പറയുമ്പോൾ ഈ കോവിഡിന് മുന്നേ വരെ എന്ന് പറഞ്ഞാൽ ഈ മലയാളികൾ മാത്രമാണ് കണ്ടിരുന്നത്. അപ്പോൾ അത് വളരെ ചെറിയൊരു പോപ്പുലേഷനാണ്. അപ്പോൾ അത് നമ്മൾ ബഡ്ജറ്റിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അതൊരു മെയിൻ ഘടകം തന്നെയാണല്ലേ. പക്ഷേ ഇന്ന് കോവിഡിന് ശേഷം ഇന്ന് മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് വെച്ചിട്ട് അത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും വലിയൊരു ബിഗ് സ്കെയിലല്ലായിരുന്നു കോവിഡിന് മുന്നേ എമ്പുരാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ലോക്ക്ഡൗൺ ആവുകയും പ്രൊഡക്ഷനൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത്രയും വലിയൊരു ബിഗ് സ്കെയിലിൽ തന്നെ ഫിലിം ഇറക്കാൻ ആ റൈറ്ററിന് ഒരു ടൈം കിട്ടി. ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് ബാക്കി സിനിമയോട് തന്നെ കിടുപിടിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറിയില്ല. നമ്മൾ നല്ല സിനിമ ഇറക്കിയ അത് ആൾക്കാർ കാണുന്നുണ്ടെന്നും നല്ല റിവ്യൂസ് വരുന്നുണ്ടെന്നും നമ്മൾ ഇറക്കിയ പൈസ തിരിച്ച് കിട്ടും, ഒരു പരിധി വരെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഫിലിം മേക്കേഴ്സിന് വന്നിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻ, ആശീർവാദ് സിനിമാസ്, ഗോകുലം ഗോപാലൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്, ഈ 3 പേരും കൂടിയാണ് നമ്മൾ എമ്പുരാൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബിഗ് ബാനർ പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ്. നമ്മളെ കൈദിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത അവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒരു പോയിന്റിലെത്തിയപ്പോൾ ഈ ബഡ്ജറ്റ് താങ്ങാൻ പറ്റാതെ ആയപ്പോഴാണ് നമ്മൾ ഗോപാലൻ്റെ പ്രൊഡക്ഷൻ ഹൗസും കൂടി ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആയിട്ടാണ് നമ്മൾ എമ്പുരാൻ ഇന്ന് വരുന്ന ഒരു ബിഗ് സ്കെയിൽ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ട് ഇറങ്ങുന്നത്. ഇന്ത്യയിൽ തന്നെ ഇറങ്ങുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ബഡ്ജറ്റിൽ ഇറങ്ങുന്ന മൂവിയാണ് എമ്പുരാൻ. ആ സിനിമയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ വിജയിപ്പിക്കും അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് ഹൈപ്പാണ് അല്ലേ ഈ മൂവിനെ പറ്റി. മോഹൻലാൽ, പൃഥ്വിരാജ് അത് ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങുന്നു, ലൂസിഫറിനെ കടത്തി വെട്ടും, ലൂസിഫറിൽ പല ക്വസ്റ്റ്യൻസും നമ്മളെ മനസ്സിലിറങ്ങി അതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഇതിലുണ്ടാവും എന്നൊക്കെയുള്ള പല പ്രതീക്ഷയായിട്ടാണ് ഓരോ പ്രേക്ഷകരും തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ ഈ പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്കിരിക്കാം അല്ലേ.